ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെഡ്ടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈസി കുക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റുമായിട്ടാണ്. അപ്പോൾ ഈസി കുക്കിന് പൊതുവെ വരുന്നൊരു പ്രശ്നമായത് വെള്ളം ചൂടാവാത്തൊരു പ്രശ്നം. പക്ഷേ ബട്ടൺസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, പക്ഷേ ചൂടാവുന്നില്ല. അതിനുള്ളൊരു പരിഹാര മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരെ ഉണ്ടെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ബോർഡ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, ബോഡി സ്ക്രൂ ഒക്കെ കഴിച്ച് ബോഡി അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കോയിലും ഈ റൗണ്ട് കോയിൽ കണ്ടില്ല, അതും അതിൻ്റെ സ്ക്രൂവും അയച്ചെടുക്കണം. ഇനി ഈ ബോർഡ്, ഇതിനടിയിലുള്ള ഈ ബോർഡും അഴിച്ചെടുക്കുക. ഓക്കെ, ബോർഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും സോൾഡറിങ് എന്തെങ്കിലും ഡ്രൈ ആയി കിടക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഈ കാണുന്ന ഈ റൗണ്ട് ഈ കോറും ഇതിൻ്റെ കണക്ഷനും പോയാൽ ചൂടാവാത്തൊരു പ്രശ്നം വരാറുണ്ട്. ഇനി നമുക്ക് ഈ IGBT, ഈ കാണുന്ന IGBT എടുക്കാത്തതിൻ്റെ കാരണമാണ് ഇത് ചൂടാവാത്തത്. അപ്പോൾ വേറെയുള്ള മറ്റു സെക്ഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഈ IGBTയിലോട്ട് പോകുന്ന ഒരു വോൾട്ട് രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്റർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ ഈ ട്രാൻസിസ്റ്റർ, ഈ രണ്ട് ട്രാൻസിസ്റ്ററുകളും അതും ചെക്ക് ചെയ്യണം. ആദ്യം നമുക്ക് ഈ രജിസ്റ്റർ, ഈ കാണുന്ന ഈ രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒരു ലെഗ് നമുക്ക് സോൾഡറിങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലെഗ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് പൊന്തിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ലെഗ് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിമീറ്റർ 1K ഓംസിലിട്ടതിന് ശേഷം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ രജിസ്റ്റർ. അപ്പോൾ രജിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ റീഡിംഗ് ഒന്നും കാണിക്കണില്ല. ഇനി നമുക്ക് ഈ രജിസ്റ്റർ ഇവിടുന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ 8550 8050 പറഞ്ഞ രണ്ട് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും പാടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ റീഡിംഗ് ഒന്നും കാണിക്കില്ല. അപ്പോൾ ഇത് ഓപ്പണാണ്. അതുകൊണ്ടാണ് IGBTയിലോട്ടുള്ള ആ വോൾട്ട് കട്ടായി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് IGBT എടുക്കാത്തതും നമ്മൾ വെച്ച പാത്രത്തിലുള്ള വെള്ളം ചൂടാവാത്തതും കാരണം അതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. വേറെ രജിസ്റ്റർ ഞാനിവിടെ വെക്കുന്നുണ്ട്. ആ സെയിം നമ്പറിലുള്ള അതേ രജിസ്റ്ററിനെ ഞാൻ ഇവിടെ വെച്ച് നമുക്കിത് സോൾഡർ ചെയ്തത് കണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം ഈ കംപ്ലയിൻറ്റ് സെയിം പല കാരണങ്ങളും ഉണ്ടാവും എങ്കിലും ആദ്യം രജിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള കമ്പോണൻറ്റുകളൊക്കെ നോക്കേണ്ടത്. അതുപോലെ ആ കോറ് ഒക്കെ ലൂസ് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവും ഈ ഒരു സെയിം കംപ്ലയിൻറ്റ് വരാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ ഇനിയും ഇത് ഇൻഡക്ഷൻ കുക്കറുമായി സംബന്ധമായിട്ടുള്ള വീഡിയോകളും അതിൻ്റെ റിപ്പയറിംഗ് വീഡിയോകളും ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കിട്ടണം, നിർദ്ദേശങ്ങളും കിട്ടണം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ IGBT ഓണാണ്, റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തിളച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സെയിം കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ ഇത് മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കുക ആദ്യം, പിന്നുള്ള മറ്റുള്ള കമ്പൗണ്ടുകളൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.